ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ വീഴുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ. ഇതാരുദ്ദേശിച്ച് പറഞ്ഞെന്നറിയോ? ഇന്ന് നാണം കെട്ട് ശശിയായിട്ട് സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ് നമ്മുടെ രതീഷ്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഇന്നലെ മോർണിംഗ് ടാസ്കിൽ സുരേഷിന് ഒരു ടാസ്ക് കിട്ടിയിരുന്നു, ജ്യോത്സ്യനായിട്ട് ഫലം പറയുക എന്നുള്ളത്. ആ ഒരു ടാസ്കിലെ പ്രകടനത്തെ കണ്ടുകൊണ്ട് ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ രതീഷ് വന്ന് സുരേഷിനെ കെട്ടിപ്പിടിച്ച് കുറേ സമയം ഉമ്മ വെച്ചു. ആ ഒരു സമയത്ത് സുരേഷ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ആ ഒരു സമയത്ത് പുള്ളി ഒന്നും റിയാക്ട് ചെയ്തില്ല. പക്ഷെ അതിനുശേഷം വന്ന് നമ്മുടെ രതീഷിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. അത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മുടെ സുരേഷിനെ കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സുരേഷ് രതീഷിനോട് സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ പുള്ളി സ്വന്തം സ്ക്രീൻ സ്പേസിനായിട്ട് അയാൾക്ക് ഒരു അവസരം കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം ഇങ്ങനെ ട്രിഗറായിട്ട് കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാവിലെ ജാൻമണി രതീഷിൻ്റെ അടുത്ത് വന്ന് ബാക്കിൽ കൂടെ കെട്ടിപ്പിടിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് രതീഷ് പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിക്കരുത്, എനിക്കിഷ്ടമല്ല. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രതീഷ് ബെഡ്റൂമിൽ പോയിട്ട് പൊട്ടിക്കരയുവാണ്. എൻ്റെ അമ്മയും ഭാര്യയും മക്കളൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ജാൻമണിയെ കൊണ്ട് രതീഷ് മാപ്പ് പറയിച്ചിരുന്നു. അപ്പോൾ ജാൻമണി എന്നെ കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ രതീഷ് പറഞ്ഞത്. ഈ ഒരു സെയിം സംഭവമാണ് സുരേഷ് പറഞ്ഞത്. രതീഷ് സുരേഷിനെ കെട്ടിപ്പിടിച്ചത് സുരേഷിന് ഇഷ്ടപ്പെട്ടില്ല. അത് പലതവണ അയാളോട് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അങ്ങനെ ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. എല്ലാവരെയും ലിവിങ് റൂമിൽ ഇരുത്തി ഓരോരുത്തരോടും ഓരോ ഗ്രൂപ്പിലുള്ള പ്രകടനങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാനായിട്ട് പറഞ്ഞു. ആ ഒരു സമയത്ത് നമ്മുടെ സുരേഷ് വന്നിട്ട് രതീഷിനെതിരെ ഒരു കാര്യം പറയുണ്ടായി. എന്നെ അയാൾ ഫിസിക്കലി ഹരാസ് ചെയ്തു. ഈ ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് ആണിനും കൂടിയുള്ളതാണോ അത് ആണിനും പെണ്ണിനും മാത്രമായിട്ടുള്ള റൂളാണോ എന്ന് ചോദിച്ചു. ബിഗ് ബോസ് ആ ഒരു സമയത്ത് മറുപടി പറഞ്ഞില്ല. പക്ഷെ സുരേഷ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രതീഷ് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് എനിക്കെതിരെ ഉള്ളതാണെന്ന്. അത് കഴിഞ്ഞ് രതീഷ് അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു ബ്രദറിനെ പോലെയാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ചതെന്നൊക്കെ. അപ്പം ഈ ഒരു സെയിം സംഭവമാണ് നമ്മുടെ ജാൻമണി അങ്ങനെ ബ്രദറിനെ പോലെ കണ്ടിട്ട് തന്നെയാണ് ജാൻമണിയും കെട്ടിപ്പിടിച്ചത്. അപ്പം ജാൻമണി കെട്ടിപ്പിടിച്ച ഒരു സംഭവത്തെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയ രതീഷിനെതിരെ ഈ ഒരു സെയിം കോയിനിൽ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ രതീഷിനത് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ രതീഷ് ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് 2 പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ആദ്യം കൺഫെഷൻ റൂമിൻ്റെ അവിടെ പോകാൻ പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ മെയിൻ ഡോറിൻ്റെ അവിടെ പോയി നിന്നു. പക്ഷെ എന്ത് കാര്യം ഉണ്ടായി? ബിഗ് ബോസും മൈൻഡ് ചെയ്തില്ല, മത്സരാർത്ഥികളും മൈൻഡ് ചെയ്തില്ല. ആ ഒരു സമയത്ത് അവിടെ റോക്കി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇയാളെ പുറത്താക്കണം, ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് റോക്കി അവിടെ ഇരുന്ന് നന്നായിട്ട് രതീഷിനെതിരെ പറയുന്നുണ്ടായിരുന്നു. രതീഷ് ക്വിറ്റ് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയപ്പോഴായാലും ഒറ്റ മത്സരാർത്ഥികൾ അവിടെ നിന്ന് എണീറ്റ് വരേ തിരിച്ചു വരാൻ പറയേ കൺസോൾ ചെയ്യേ ഒന്നും ചെയ്തില്ല. രതീഷ് ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് അവിടെ ഇരിക്കുന്ന മറ്റ് 18 മത്സരാർത്ഥികളും ഒരുപോലെ ആഗ്രഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വന്ന ദിവസം തന്നെ എല്ലാവരെയും ട്രിഗർ ചെയ്ത് ചൊറിഞ്ഞ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ രതീഷിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആരും മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരാൾ പോലും ആശ്വസിപ്പിക്കാനോ ഒന്നിനും വന്നില്ല. നമ്മുടെ ബിഗ് ബോസും വന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഏറ്റവും ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ പോയി കുറേ നേരം നിന്നു. പിന്നെ ബിഗ് ബോസിനോട് കുറേ താങ്ക് യു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഒരു ദിവസം നിൽക്കണം എന്നുണ്ടായുള്ളൂ.
പിന്നെ എനിക്ക് 100 ദിവസം നിൽക്കണം എന്നായി. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് മടുത്തു. ഞാൻ പോവാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. എന്നിട്ടും ആരും ഒന്നും മൈൻഡ് ചെയ്യണ്ടായില്ല. അവസാനം പുള്ളി ബാഗ് എടുത്ത് അവിടെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ വന്നിട്ടുള്ള സോഫയിൽ കിടന്നുറങ്ങി. സോഫയിൽ കിടന്നുറങ്ങിയ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് പട്ടി കുരയ്ക്കണ സൗണ്ട് ഇട്ടു. അതിട്ടിട്ട് എല്ലാവരും ശരിക്കും ഇത് എന്താണ് പട്ടി കുരയ്ക്കണ സൗണ്ട്. അങ്ങനെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ രതീഷ് സോഫയിൽ സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ പവർ ടീമിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ പാടില്ല, ഞങ്ങളുടെ ലക്ഷറി പോയിന്റ് കുറയും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്ത ഒരാളാണ്. ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഹൗസിൻ്റെ പുറത്ത് പോയിട്ടില്ല, ഈ ബിഗ് ബോസ് ഹൗസിലുള്ള സോഫയിലല്ല നിങ്ങൾ കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എനിറ്റിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നാണം കേട്ടിട്ട് നമ്മുടെ രതീഷ് പറയാണ്, നിങ്ങളൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വീണ്ടും കയറാമെന്ന്. ഇങ്ങനെയുണ്ട് ഒരു തോൽവി, ദുരന്തം അത് പറയാനാ. എന്തായാലും രതീഷ് എന്തായാലും നാണം കെട്ടു. അങ്ങനെ പുള്ളി ഹൗസിൽ വന്നിട്ട് വീണ്ടും പുള്ളിയുടെ പട്ടി ഷോ കാണിക്കുമായിരുന്നു. എന്താണ് നിങ്ങൾക്ക് എൻ്റെ അത്ര തൻ്റെ ഉണ്ടോ? ഈ ഷോ ക്വിറ്റ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് തൻ്റെ ഉണ്ടോ? ഞാൻ ഷോ ക്വിറ്റ് ചെയ്ത് പോയിട്ടും ബിഗ് ബോസ് എന്നെ വിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഷോ ക്വിറ്റ് ചെയ്ത് പോയെങ്കിൽ ബിഗ് ബോസ് അപ്പം തന്നെ വാതിൽ തുറന്നു കൊടുത്തേനെ. എന്നെ ബിഗ് ബോസിന് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ പട്ടി ഷോ. പക്ഷെ ഒരാൾ പോലും പുള്ളീനവിടെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ വീണ്ടും ശശിയായിട്ട് നമ്മുടെ രതീഷ്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.